ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: റയൽ മാഡ്രിഡ്. യൂറോപ്പിനെ അടക്കി ഭരിച്ച ആ ടീമിൽ എതിരാളികളുടെ നെഞ്ചിടിപ്പിച്ച ഒരു മധ്യനിരയുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ തുല്യമായ ആ മിഡ്ഫീൽഡ് ട്രയോ. കളി നിയന്ത്രിക്കാൻ ലൂക്ക മോഡ്രിച്ച്, പന്ത് വിതരണം ചെയ്യാൻ ടോണി ക്രൂസ്, ആരെയും കടന്നുപോകാൻ അനുവദിക്കാത്ത ഒരു ഉരുക്കുകോട്ടയായി കാസമിറോയും. ഈ 3 പേർ ചേർന്നൊരുക്കിയ മധ്യനിരയാണ് റയൽ മാഡ്രിഡിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ സംഘത്തിലെ ഒരാളെ കുറിച്ചാണ്. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ കാസിമിറോയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1992 ഫെബ്രുവരി 23 ബ്രസീലിലെ സാവോ ജോസ് ഡോസ് കാമ്പോസ് എന്ന സ്ഥലത്താണ് കാസമിറോ ജനിച്ചത്. കടുത്ത ദാരിദ്ര്യമായിരുന്നു ആ കുടുംബത്തിന്റെ കൂട്ട്. അദ്ദേഹത്തിന് ഒരു 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ കുടുംബം ഉപേക്ഷിച്ചുപോയി. അമ്മ മാഗ്ദയാണ് കാസിമിറോയെയും സഹോദരങ്ങളെയും ഒറ്റക്ക് വളർത്തിയത്. ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ആ നാളുകളിൽ ബാല്യകാലം മുഴുവൻ പട്ടിണിയിലായിരുന്നു. പക്ഷേ കാസിമിറോയ്ക്ക് ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ആ കാഴ്ചപ്പാടുകളെ മറികടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. തെരുവ് കോർട്ടുകളിലും പ്ലാസ്റ്റിക് പന്തുകൾക്കൊപ്പം മണിക്കൂറുകളോളം അവൻ പന്ത് തട്ടി. പിന്നീട് തന്റെ 11ാം വയസ്സിൽ സാവോ പോളോ FC എന്ന ക്ലബിന്റെ യൂത്ത് അക്കാദമിയിൽ കാസമിറോ ചേർന്നു. അവിടെ സഹതാരങ്ങൾ അദ്ദേഹത്തെ കാർലാവോ എന്ന് വിളിച്ചു. ആ കഠിനാധ്വാനമാണ് പിന്നീട് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സൃഷ്ടിച്ചത്. 2010 സാവോ പോളോയുടെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ച കാസിമിറോ തന്റെ മികച്ച ടാക്കിളുകൾ കൊണ്ടും കളിയിലെ ആധിപത്യം കൊണ്ടും യൂറോപ്യൻ സ്കൗട്ടുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒടുവിൽ 2013 ജനുവരിയിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി. തുടക്കത്തിൽ റയൽ മാഡ്രിഡ് ബി ടീമായ കാസ്റ്റിലേക്ക് വേണ്ടി കളിച്ചെങ്കിലും വൈകാതെ തന്നെ അദ്ദേഹം പ്രധാന ടീമിലെത്തി. പിന്നീട് കൂടുതൽ എക്സ്പീരിയൻസ് നേടാനായി 2014 പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയിലേക്ക് ലോണിൽ പോയ കാസിമിറോ 1 വർഷത്തിന് ശേഷം തിരികെ റയൽ മാഡ്രിഡിൽ തിരിച്ചെത്തി. അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉയർച്ച. ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച് എന്നിവർക്കൊപ്പം അദ്ദേഹം തീർത്ത KCM മിഡ്ഫീൽഡ് ട്രയോ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായി മാറി. റയൽ മാഡ്രിഡിനൊപ്പം 5 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 3 ലാലിഗ കിരീടങ്ങളും ഉൾപ്പെടെ 18 മേജർ കിരീടങ്ങളാണ് അദ്ദേഹം നേടിയത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യുവന്റസിനെതിരെ അദ്ദേഹം നേടിയ ആ ലോങ് റേഞ്ച് ഗോൾ റയൽ ആരാധകർ ഒരു കാലത്തും മറക്കുകയില്ല. 2022 ആഗസ്റ്റിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കാസമിറോ ഇംഗ്ലീഷ് പ്രീമിയർ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിന് കരുത്തു പകർന്ന അദ്ദേഹം ആദ്യ സീസണിൽ തന്നെ ടീമിന് EFL കപ്പ് നേടിക്കൊടുത്തു. യുണൈറ്റഡിൽ നിരവധി നിർണായക ഗോളുകളും മാസ്റ്റർ ക്ലാസ് പ്രകടനങ്ങളും കാഴ്ചവെച്ച അദ്ദേഹം പിന്നീട് ലയണൽ മെസ്സിയും സുവാരസും ഡീപോളും അടങ്ങിയ ഡേവിഡ് ബെക്കാമിന്റെ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മിയാമിയിലേക്ക് ചേക്കേറി. ബ്രസീൽ ദേശീയ ടീമിനായി അണ്ടർ-17, അണ്ടർ-20 ലോകകപ്പുകൾ സ്വന്തമാക്കിയ കാസമിറോ 2011 സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു. ബ്രസീൽ മിഡ്ഫീൽഡിലെ വിശ്വസ്തനായ കാവൽക്കാരനായി മാറിയ അദ്ദേഹം 2018, 2022 കൂടാതെ 2026 ലോകകപ്പുകളിലും ബ്രസീലിനു വേണ്ടി പന്ത് തട്ടി. ഏറ്റവും പ്രധാനമായി 2019 ബ്രസീലിനെ കോപ്പ അമേരിക്ക കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവച്ചു. മികച്ച ടാക്ലിംഗും കളി വായിക്കാനുള്ള അസാധാരണ കഴിവും സഹതാരങ്ങളെ നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുമാണ് കാസിമിറോയെ മറ്റ് മിഡ്ഫീൽഡർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് പന്ത് തട്ടി വളർന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മാറിയ കാസമിറോയുടെ കഥ ഏതൊരു യുവതാരത്തിനും വലിയൊരു പ്രചോദനമാണ്. പ്രതിരോധത്തിന്റെ മാസ്റ്റർ മൈൻഡായ കാസിമിറോ ഇനി മെസ്സിയുമൊത്ത് വീണ്ടും ചരിത്രങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാസിമിറോയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.